ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാൻ രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലായിരുന്നു സർക്കാരിന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നായിരുന്നു കോടതിയുടെ ആദ്യ ചോദ്യം. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് സമിതിയെ നിയോഗിച്ചത് എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. റിപ്പോർട്ട് 2021 സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. പക്ഷേ DGP നടപടി സ്വീകരിച്ചില്ല. റിപ്പോർട്ടിൽ കേസെടുക്കേണ്ട സാഹചര്യമില്ലെന്നും സർക്കാർ വാദിച്ചിരുന്നു. റിപ്പോർട്ടിൽ ബലാത്സംഗം, പോക്സോ അടക്കമുള്ള കുറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെന്നും അതിൽ കേസെടുക്കേണ്ട സാഹചര്യമില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. റിപ്പോർട്ട് ലഭിച്ച് വർഷങ്ങളായിട്ടും അതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്ന സർക്കാരിന്റെ നിഷ്ക്രിയത്വം ആശ്ചര്യപ്പെടുത്തുന്നതാണ്. വിഷയങ്ങളിൽ ഉടനടി നടപടി സ്വീകരിക്കുക എന്നതാണ് നല്ല ഭരണത്തിന്റെ ലക്ഷണമെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാരിന് കോടതിയുടെ വിമർശനം കേൾക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ വൈകിയത് ജസ്റ്റിസ് ഹേമയുടെ കത്തിനെ തുടർന്നാണെന്ന് മുൻ മന്ത്രി AK ബാലൻ പറയുന്നത്. മൊഴികൾ രഹസ്യമാക്കി വെക്കണമെന്ന ജസ്റ്റിസ് ഹേമയുടെ കത്തിനെ മറയാക്കിയാണ് AK ബാലൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകിയത്. 2021 DGP റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും സർക്കാർ എന്ത് ചെയ്തുവെന്ന് ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് ബാലന്റെ പ്രതികരണം. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വെളിവാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്വകാര്യതയാണ്. മൊഴി കൊടുത്ത ആൾക്കാർ ഒരു രൂപത്തിലും ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും ഇത് സ്വകാര്യമായി വെക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ നടപടികൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി, ഹേമ കമ്മിറ്റി, ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുത്തത്. ആ കത്തിൽ സൂചിപ്പിച്ചത് ഇത് സ്വകാര്യമായി വെക്കണം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ, ക്രിമിനൽ നടപടികൾ വ്യക്തിപരമായി ഉന്നയിച്ച ആൾക്കാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള നിയമപ്രശ്നം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ആ ഒരു വ്യക്തത കോടതിയിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് തുടർ നടപടികൾ കമ്മീഷൻ റിപ്പോർട്ടുമായി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കും. എന്നാൽ അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും ഇപ്പോൾ പരിശോധിക്കുകയാണ്, FIR ഇടുകയാണ്, ചിലരുടെ സ്ഥാനം തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങളിൽ സർക്കാരിന് മറുപടി ഉണ്ടോ എന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ MP ചോദിച്ചു. സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 4.5 വർഷം ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഒരക്ഷരം മിണ്ടാതെ പെട്ടിക്കകത്ത് കാത്തു സൂക്ഷിച്ച് ഈ കൊലയാളികൾക്കും ഈ കുറ്റക്കാർക്കുമൊക്കെ സംരക്ഷണം നൽകിയൊരു സർക്കാരാണ് ഈ സർക്കാർ. മറ്റ് ആളുകൾ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴല്ലേ അവർ കേസെടുക്കാൻ നിന്നത്. എന്താ ഹേമ റിപ്പോർട്ട്? എന്താ ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്? മുഴുവൻ ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങളും അധികാരങ്ങളും അഭിമാനങ്ങളും നഷ്ടപ്പെടുത്തിയ ഒരു ഭരണത്തിൻ്റെ ചിത്രമാണ്. ഞാൻ പറയുന്നത് ഹേമ റിപ്പോർട്ട് മാത്രം വേണ്ട, ഇവിടെ നാട്ടിൽ നടക്കുന്ന മറ്റ് ഒരുപാട് വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടിയ കഥയതാ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ഇടതുപക്ഷ സർക്കാരിൻ്റെ മുമ്പിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്ത ഏതെങ്കിലും ഒരു സംഭവം? എന്നാൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് കോടതിയും ചൂണ്ടിക്കാട്ടിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. റിപ്പോർട്ടിനെ പറ്റി അന്വേഷണ സംഘം അന്വേഷിച്ചാൽ സത്യം പുറത്തുവരുമെന്നും ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഒളിച്ചുവെക്കുന്നത് തന്നെ കുറ്റകരമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു.